എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ വാല്യുവേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷൻ അപ്ഡേറ്റും മറ്റു റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകളും വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 +2 ഹ്യൂമാനിറ്റീസ് വാല്യുവേഷനെ കുറിച്ച് നിരവധി അധികം കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതിനു മുന്നോടിയായി നിരവധി വാല്യുവേഷൻ ക്യാമ്പുകളിലെ വാല്യുവേഷൻ നടത്തുന്ന അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത് +2 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് അധ്യാപകരിൽ നിന്ന് ലഭിച്ചത്. ലാംഗ്വേജ് വിഷയങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ലഭിക്കുന്നുണ്ട്. പരീക്ഷ എളുപ്പമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ജോഗ്രഫി, ഹിസ്റ്ററി എന്നീ വിഷയങ്ങളുടെ കാര്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വാല്യുവേഷൻ മുന്നോട്ട് പോകുന്നതെന്നും അറിഞ്ഞു. എന്നാൽ എക്കണോമിക്സ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് അല്പം മാർക്ക് കുറവാണെന്നും അറിയാൻ സാധിച്ചു. ഈ വർഷത്തെ എക്കണോമിക്സിന്റെ ചോദ്യപേപ്പർ അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്ന് കുറച്ചധികം കുട്ടികൾ പരീക്ഷകൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ വാല്യുവേഷൻ നടക്കുന്നത് എന്നാണ് അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. കൂടാതെ +1 പരീക്ഷയുടെ വാല്യുവേഷൻ +2 പരീക്ഷകളുടെ വാല്യുവേഷൻ ശേഷം മാത്രമായിരിക്കും നടക്കുക. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏപ്രിൽ 21 മുതൽ മാത്രമായിരിക്കും +1 വാല്യുവേഷൻ ആരംഭിക്കുക. അപ്പോൾ ഈ വർഷം +1 +2 പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള വാല്യുവേഷൻ അപ്ഡേറ്റും മറ്റു റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. നന്ദി.